ഹായ് ഓൾ, വെൽക്കം ടു ഷാലൂസ് വേൾഡ്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പെഷ്യലാണ്. കാരണം ഇന്നെൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ആ സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ. എന്നാലും മാക്സിമം കുറേയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം സമയം ഒരു 7 മണിയായിട്ടുണ്ട്. 7 മണിക്കാണ് കിച്ചണിൽ കയറുന്നത്. അപ്പോൾ ഞാൻ ലൈറ്റൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. അപ്പോൾ കിച്ചണ് നേരത്തെ തന്നെ വൃത്തിയാക്കിയിട്ട് എന്ന് വിചാരിക്കേണ്ട, പൊതുവേ ഇങ്ങനെ തന്നെയാണ് കിച്ചൺ. കാരണം രാത്രി തന്നെ എല്ലാം വൃത്തിയാക്കി അടിപൊളിയാക്കി വെക്കണമാണ് കേട്ടോ. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബാക്കിയുള്ള പ്ലേറ്റുകളൊന്നും ഉണ്ടാവില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ എഴുന്നേൽക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൽച്ചായ ഉണ്ടാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മുടെ പാൽച്ചായ എന്ന് പറഞ്ഞാൽ ഇത്തിരി സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തിരി കുങ്കുമിടും, അതേപോലെ കുറച്ച് ഏലക്കയും ഒരു ഗ്ലൗസും, പിന്നെ അതേപോലെ ഒരു ചെറിയൊരു കുഞ്ഞൊരു പട്ടയും കൂടി ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചിട്ട് അതിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ചായ. അപ്പോൾ ഉപ്പാക്ക് എന്ന് പറഞ്ഞാൽ ഒരു കട്ടൻ കാപ്പിയോ അല്ലെങ്കിൽ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കുള്ളൂ. ഉപ്പാക്ക് രാവിലെ പാൽച്ചായനോട് അത്ര വലിയ താല്പര്യമില്ല. അപ്പം ഞങ്ങൾക്ക് പാൽച്ചായൊക്കെ ഉണ്ടാക്കിയിട്ട് റെഡിയാക്കി വെക്കും. അപ്പോൾ ഇപ്പോൾ ഓഫീസിൽ പോകുമ്പോൾ ഒരു 8 മണി എന്തായാലും ആവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാൻ മാക്സിമം നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ പൂരിയും അതേപോലെ പൊട്ടാറ്റോ മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പൊട്ടാറ്റോ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആ സമയം കൊണ്ട് അവിടെ കുറച്ച് കട്ടൻ ചായക്കുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പൂരി മസാലയും പൂരിയുടെ മാവ് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പൂരി ബജി എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ കുറച്ച് ചെറിയതായിട്ട് ഞാൻ പറയാം. കാരണം ഒരുപാട് ലാഗ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിതൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് എണ്ണയൊക്കെ നേരത്തെ ചൂടാക്കിയതിന് ശേഷം നമ്മുടെ കടുകും അതേപോലെ ചെറിയ വറ്റൽമുളകൊക്കെ അല്ലേ, ഒരു 3-4 വറ്റൽമുളകും, അതേപോലെ 2-3 പച്ചമുളകും, ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ സവോള അതൊക്കെ നേരത്തെ ഇട്ട് വെച്ചിട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ആ വേവിച്ച ആ പൊട്ടാറ്റോ അല്ലേ അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് ആ വെള്ളം ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തത്. കാരണം നേരത്തെ നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്ത വെള്ളമല്ലേ, അതുകൊണ്ട് ആ വെള്ളം തന്നെയാണ് കേട്ടോ ഞാൻ ഇതിലെടുത്തത്. കുറച്ച് ഗ്രേവി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ കുറച്ച് ഇപ്പം നമുക്ക് ഗ്രേവി അത്ര വേണ്ടെങ്കിൽ നമ്മുടെ വെള്ളം കുറക്കാം. പിന്നെ അതിൽ ഞാൻ ഒരു ചിക്കൻ സ്റ്റോക്ക് ഇടുന്നുണ്ട്. ആ ഒരു ചെറുതായിട്ടൊരു ചിക്കൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ചിക്കൻ സ്റ്റോക്കും കൂടി ഇട്ടിട്ടാണ് നമ്മുടെ പൂരി ബജി റെഡിയാക്കി വെച്ചത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇൻഷാല്ലാ ഒരു ദിവസം ഞാൻ എന്തായാലും ഇടുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റായിട്ട് തന്നെ ഇൻഷാല്ലാ ഒരു ദിവസം എപ്പോഴെങ്കിലും ഇടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പൂരിയും അതേപോലെ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും ഞാനൊരു ദിവസം ഇടാം. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ, വേഗം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തത് സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ പൂരിയൊക്കെ നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. നല്ല റെസിപ്പി ആയിരുന്നു അത്, നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ പൂരിയൊക്കെ. നമ്മൾ മെമ്പേഴ്സ് കൂടിയതുകൊണ്ട് അത്യാവശ്യത്തിനും പൂരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ റൂമാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ റൂമെന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ഒരു 8:30 ആയിട്ടുണ്ടാവും കേട്ടോ ആ സമയം. അതിൻ്റേതായ ഇരുട്ട്, നല്ല വെയിലുണ്ട്, പക്ഷേ കേട്ടനൊക്കെ പൂട്ടിയോണ്ടാണ് ഈ ഇരുട്ട് പോലെ തോന്നുന്നത് കേട്ടോ. അപ്പം ആകെ ഒരു അലങ്കോലമായിട്ട് കാണുന്നില്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ വൃത്തിയാക്കുള്ളൂ. മോള് ഉറങ്ങുന്നുണ്ട്. ഹസ്ബൻഡ് ആണെങ്കിൽ ഡ്യൂട്ടിക്ക് പോയി. ഇന്ന് മോർണിംഗ് ഡ്യൂട്ടി ആയതുകൊണ്ട് നേരത്തെ തന്നെ ആൾ പോയി. അപ്പോൾ ഇതാണ് ഞങ്ങളെ ഡൈനിങ് റൂം കേട്ടോ. അപ്പോൾ ഡൈനിങ് റൂമൊന്നും വൃത്തിയാക്കിയിട്ടില്ല. പിന്നെന്താ പറയുക, നമുക്കിതൊന്നും ഈ സൈക്കിളാണെങ്കിലൊന്നും നമുക്ക് പുറത്ത് വെക്കാനുള്ള അനുവാദമല്ല, അതുകൊണ്ട് തന്നെ ഉള്ളിലാണ് എല്ലാതും വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 9 മണി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നേരത്തെ തന്നെ ഡ്രസ്സൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. കാരണം ഒന്നുമല്ല, പൊതുവേ ഞാൻ വൈകിട്ടാണ് ഇടാറ്, പക്ഷേ ഇപ്പോൾ ഒന്ന് നേരത്തെ ഇട്ടുന്നേ ഉള്ളൂ. കാരണം ഒന്ന് പുറത്തു പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഇനി മറക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നേരത്തെ തന്നെ ഇടുന്നതാണ്. അപ്പോൾ ഇന്ന് ഇവിടെ എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാർക്കും ഓരോ ദിവസങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ദിവസമായതുകൊണ്ട് ഇന്ന് എൻ്റെ ഡ്രസ്സുകൾ മാത്രം എന്നാണ് കേട്ടോ ഇടുന്നത്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 12:30 ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങൾ ലഞ്ചിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം പയറും മത്തനും അതേപോലെ
പയറുപ്പേരി, പിന്നെ മട്ടരി, ഉപ്പാക്ക് മട്ടരി ആട്ടോ ഇഷ്ടം, പിന്നെ സാദാ ചോറും, പിന്നെ പപ്പടം, പിന്നെ മീൻ പൊരിച്ചതൊക്കെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയം നടക്കില്ല എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാത്തത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം കിച്ചണൊക്കെ ഒന്ന് എല്ലാം ക്ലീനാക്കിയിട്ട് ഇടും. ആ ടൈമിൽ ആ സമയത്താണ് കുട്ടികളൊക്കെ ഇവിടെ എഴുന്നേറ്റിട്ടിരിക്കുക. അതുവരെക്കും ഭയങ്കര ഉറക്കമായിരിക്കും. ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അവരെ എണ്ണിക്കാറ് പൊതുവെ. ആ ടൈം കൊണ്ട് തന്നെ ഇവിടെ എല്ലാം ക്ലീനാക്കിയിട്ട് വെക്കും. പിന്നെ ഈ ടൈം കൊണ്ട് എൻ്റെ ഡ്രസ്സുകളൊക്കെ അയലിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ബാൽക്കണിയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി. അപ്പോൾ ഇവിടെ തന്നെയാണ് ഞങ്ങൾ ഡ്രസ്സുകളൊക്കെ ഇടുക. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കൊച്ചു ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെടികളോടൊന്നും വലിയ താല്പര്യമില്ല. അച്ഛനുണ്ടെങ്കിൽ നാട്ടിൽ പോകുന്തോറും വന്നിട്ടുണ്ടെങ്കിൽ ഈ ചെടികളൊന്നും എല്ലാം നശിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കാണണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ചെടികളെ ഇപ്പോൾ വളർത്തുന്നുള്ളൂ. ഇപ്പം കറിവേപ്പില, അതേപോലെ പുതിന, പിന്നെ പനിക്കൂർക്കുണ്ട്, പിന്നെ ഒരു ചെറിയ കുഞ്ഞി നാരങ്ങ തൈ വന്നിട്ടുണ്ട്. പനിക്കൂർക്കൊക്കെ ഒരുപാടുണ്ടായിരുന്നു, ഇപ്പോൾ കുറേയൊക്കെ നശിച്ചു പോയി. പിന്നെ നമ്മുടെ തുളസി ചെടി, അതേപോലെ മുളകും തൈയിൽ മുളകൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇത് ഞാൻ ഇടയ്ക്ക് ഞങ്ങൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കും. പിന്നെ കറ്റാർവാഴ, സ്പൈഡർ പ്ലാന്റ് അങ്ങനെയൊക്കെ പോകും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് തിരക്കുണ്ട്. ഇതാണ് നമ്മുടെ ഒരുപാട് തിരക്ക്. ഞങ്ങളിന്ന് ബീച്ചിൽ പോകണാണ് കുട്ടികളായിട്ടൊക്കെ ഒന്ന് കളിക്കാൻ വേണ്ടിയിട്ടും. പിന്നെ ഗ്രിൽ ടൈം ആയിട്ടാണ് പോണത്. അപ്പോൾ നമ്മൾ നേരെ അജ്മാലിലേക്കാണ് പോണത്. അപ്പോൾ ഇവരെ ഡ്രസ്സ് ഒരുക്കലും അതിൻ്റേതായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യലും പിടിക്കലും. അപ്പോൾ അതൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചിടാം കേട്ടോ. അപ്പോൾ അധികം റെഡി ആയിട്ടൊന്നുമില്ല ഇവർ, കാരണം കുളിക്കാനായതുകൊണ്ട് തന്നെ സാധാ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ നമുക്ക് നേരെ അജ്മാൻക്ക് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും, അതേപോലെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടാണ്, എനിക്ക് തോന്നുന്നു ഒരു 2 മാസത്തോളം കഴിഞ്ഞിട്ടാണ് ഒരു വീഡിയോ ഇടണം തന്നെ. അപ്പോൾ കുറേയൊക്കെ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. ഇവിടെ എക്സാംസ് ആ ടൈമൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ അതിൻ്റേതായ ഒരു തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ഏകദേശം ഒരു 7-7:30 ആയിട്ടോ ഇവിടെ എത്തുമ്പോൾ. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്ത ആൾ എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ആൾ ഡ്രൈവ് ചെയ്ത് പോയി റൂട്ടൊന്ന് തെറ്റിപ്പോയി. അങ്ങനെ കുറച്ച് ലേറ്റൊക്കെ ആയിട്ടാണ് ബീച്ചിലെത്തിയത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൊണ്ടുവരണതാണ്. ഇവിടെ അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ബീച്ചിൽ കേട്ടോ. എല്ലായിടത്തും ഉണ്ട്, പക്ഷേ ഇത് സൊറ ബീച്ചാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ കൊണ്ടുവരണം കേട്ടോ, എല്ലാം കൊണ്ടുവരണം. ഇപ്പോൾ ചെയറും ടെൻറ്റും അതേപോലെ ഈ അംബ്രല്ല എല്ലാം സെറ്റും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇവിടെ എത്തിയപ്പോൾ സ്വെറ്ററൊക്കെ ഇട്ട് അവർ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളിൽ തന്നെ അവരെ നിർത്തി. കുറേ നേരം കഴിഞ്ഞാൽ അവരെന്തായാലും പുറത്തിറങ്ങുമെന്നറിയാം. അപ്പോൾ കുറച്ച് നേരമെങ്കിലും ഉള്ളിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീച്ച് ടോയ്സൊക്കെ എടുത്തിട്ട് ആൾ കുറച്ച് ബിസിയിലായിരുന്നു അവരൊക്കെ. ഇപ്പം തന്നെ ഏകദേശം ഒരു 7:30 ആയി. അതുകൊണ്ട് തന്നെ കുളിക്കലൊന്നും നടന്നില്ല. അപ്പോൾ നേരെ തന്നെ ഞങ്ങൾ ചുടാന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ചുടാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കരിയൊക്കെ അപ്പം വാങ്ങിച്ചിട്ട് കൊണ്ടുവരില്ലല്ലോ. അപ്പോൾ അതൊക്കെ ആദ്യം ചൂടാക്കലും പിടിക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ കരുതി നമുക്കെല്ലാവർക്കും ഉണ്ടാവല്ലോ ഈ ഗ്രില്ല് ചെയ്യുമ്പോൾ എന്ത് കൊണ്ടുവരണം, എന്ത് കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ ഇതിലോട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുവന്നെന്നും കൊണ്ടുപോയതെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇത് വിഷറിയാണ്. അങ്ങനെ നമ്മൾ തീയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് വീശി കൊടുക്കാനൊക്കെ ഉള്ള വിഷറി. പിന്നെ ഇത് മസാലയാണ് കേട്ടോ. ചോളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോണാണ്. അപ്പോൾ കോണിൻ്റെ മസാലയാണ് കേട്ടോ ഇത്. അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് ഇതേപോലെ ഒരു കുഞ്ഞു ഡപ്പയിലാക്കിയിട്ട് ഇങ്ങനെ വെക്കും. പിന്നെ നമുക്ക് വേണ്ടത് സ്ക്യൂവറാണ്. അപ്പോൾ സ്ക്യൂവർ ബാംബൂ സ്റ്റിക്സ് ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബാംബൂ സ്റ്റിക്ക് ആകുമ്പോൾ എന്താ പറയുമ്പോൾ പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ, വാഷ് ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യാനുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മൾ ബട്ടറും പിന്നെ അതേപോലെ നാരങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. നാരങ്ങനെ പിഴിയാനും ചൂടാനൊക്കെ ഉള്ള സമയത്ത് യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതും ഒരു കുഞ്ഞിങ്ങനെ ബോക്സ് ആക്കിയിട്ട് വെക്കാം. പിന്നെ അലുമിനിയം ഫോയിൽ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. പിന്നെ ചിക്കൻ ചൂടാനും അതിൻ്റെ
അതിനൊക്കെ നമ്മൾ അലൂമിനിയം ഫോയിൽ. പിന്നെ ഇതാ കയ്യിൽ കരി വന്നാലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു തുണി, പൊട്ട തുണിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ, തുടക്കാനും പിടിക്കാനൊക്കെയാണ്. പിന്നെ ഇതാ എൻ്റെ ഫേവറേറ്റായ കോണ്. അപ്പോൾ കോണ് ലാസ്റ്റ് കഴിക്കാനാണ്, അടിപൊളിയായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ കോണൊക്കെ വാങ്ങിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ കബാബ് ഉണ്ടാക്കാൻ ടൈം കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ കബാബ് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേപോലെ ഒരു ഐസിൻ്റെ ഇങ്ങനത്തെ ബോട്ടിൽ കിട്ടും. അപ്പോൾ ഈ ഇങ്ങനത്തെ ഐസിൻ്റെ ബോട്ടിൽ വെക്കുമ്പോൾ നമ്മുടെ ഈ കബാബൊന്നും മെൽറ്റായിട്ടൊന്നും വരില്ല, ആ ഐസിൽ തന്നെ ഇരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മെൽറ്റ് ആവാണ്ട് കച്ചറാവാണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് അൽ ഇസ്ലാമിയുടെ ഷീഷ് കബാബായിരുന്നു. പിന്നെ നമ്മുടെ അൽഫാം ചിക്കന് നേരത്തെ മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മാരിനേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ വെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ അത്യാവശ്യത്തിന് ടൈം തന്നെ ആ സമയം തന്നെ കിട്ടിയാൽ മതി മാരിനേഷന്. അപ്പോഴത്തേക്കും ഇതാ അവിടെ നമ്മുടെ ചിക്കനൊക്കെ റെഡിയാക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ. അപ്പോൾ ഇതേപോലെ അലുമിനിയം ഫോയിലിൽ ഇങ്ങനെ ചിക്കനൊക്കെ വെച്ച് അതിൻ്റെ മേലെ ക്യാപ്സിക്കും സവോളൊക്കെ വെച്ചിട്ട് നമുക്ക് ഗ്രില്ലിൽ വെക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചിക്കൻ്റെ ഉള്ളൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ അലുമിനിയം ഫോയിലായിട്ട് വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഡയറക്റ്റ് വെക്കുമ്പോൾ പെട്ടെന്ന് എന്താ പറയുക, മേലത്തെ ഭാഗമൊക്കെ കരിഞ്ഞിട്ട് ഉള്ളിൽ ചിലപ്പോൾ വെന്ത് കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് വേവും. വെന്ത് കഴിഞ്ഞിട്ട് സാധാ വെച്ചാൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇവരൊന്നും അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾക്കാരല്ലാന്ന്. ഇതാ പുറത്തിറങ്ങിയിട്ട് അവരെ കളിയും അതൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അവർക്ക് വെള്ളത്തിൽ കളിക്കാത്തതിന് ഒരു വിഷമം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ തന്നെ ശബ്ദം ഉണ്ടാക്കാണ്ട് ഇങ്ങനെ കളിക്കലുണ്ടായിരുന്നു അവിടെ. അപ്പോൾ വിശക്കലൊക്കെ തുടങ്ങിയത് കൊണ്ട് ടൈം കിട്ടിയില്ല, വിശപ്പ് ഭയങ്കരമായിട്ട് ഓവറായിപ്പോയി. അപ്പോൾ ഞങ്ങൾ കഴിക്കൽ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളെന്ന് പറഞ്ഞാൽ പൊറോട്ടയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ചിക്കനൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വയറൊന്നും ചെറുതായിട്ട് നിറക്കാമെന്ന് വിചാരിച്ചതാണ്. ആ സമയം കൊണ്ട് ഇതാ എൻ്റെ അനിയൻ ഇവിടെ നല്ല മോനായിട്ട് ചിക്കൻ ടിക്കൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ടിക്കയുടെ റെസിപ്പി സൂപ്പറായിരുന്നു കേട്ടോ, പറയാൻ വയ്യ. ഇതിൻ്റെ റെസിപ്പി എന്തായാലും ഞാൻ അടുത്ത് തന്നെ ഇടാം. അപ്പോൾ ഇങ്ങനെ നിറച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സ്ക്യൂവറിലും ഒക്കെ അങ്ങനെ ആക്കിയിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട്. ആ ടൈം കൊണ്ട് നമ്മുടെ ചിക്കൻ അൽഫാമൊക്കെ റെഡിയായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ താഴെ തന്നെ കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഫോയിലൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സാധാ പോലെ ഒന്ന് ചുട്ടെടുക്കുക. ആ സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ മേലൊന്ന് ബട്ടർ എടുത്തിട്ടൊന്ന് തൂവിയാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ സൂപ്പറായി, നല്ല സ്മെല്ലുണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അൽഫാം ചിക്കൻ്റെ, അതൊന്ന് പോയിട്ട് നോക്കിക്കോട്ടോ. പിന്നെ ഇതിനോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ ചട്നി, മയോണൈസ്, കെച്ചപ്പ് അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സമയം ശരിക്കും ഒരുപാടായി. അപ്പോൾ തന്നെ ഞങ്ങൾ റെഡി ആയിരുന്നു, ഭക്ഷണം കഴിക്കലും പിടിക്കലൊക്കെ എന്നായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ടിക്ക വെച്ചിട്ടുണ്ട്, അതേപോലെ ഷീഷ് കബാബും വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് മേലെ ജസ്റ്റ് ഒന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്താൽ മാത്രം മതി കേട്ടോ, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് റെഡിമെയ്ഡ് ആയതുകൊണ്ട് തന്നെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല, എനിക്ക് അങ്ങനെ വല്ലാണ്ട് ഇഷ്ടമായൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മുടെ കോണും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കോൺ റെഡി ആയിട്ടില്ല, കോണ് റെഡിയാക്കാൻ പോകണുള്ളൂ. ഏകദേശം നല്ലൊരു സമയമായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ടിക്കയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ അൽഫാം ചിക്കനൊക്കെ അകത്തോട്ട് പോയിട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്കയാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു, സത്യം പറഞ്ഞാൽ നല്ല തണുപ്പുണ്ടായിരുന്നു. ഈ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് നല്ലൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ നല്ല വിശപ്പുണ്ടായിരുന്നു. ശരിക്കും ചോളം ഇങ്ങനെയല്ല ചൂടണമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എന്താ പറയുക, ഇങ്ങനെ ചെയ്തിട്ട് ആകെ പണി പാളി. എന്നാലും അവസാനം വെന്തൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ നമ്മുടെ കോണ് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാണ്ട് കുറച്ച് നാരങ്ങയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ബട്ടറും ഒരിത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഇങ്ങനെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയിന്നേ ഉള്ളൂ. എപ്പോഴും ഞങ്ങളിങ്ങനെ പുറത്ത് പോകുന്ന ഒരു ആൾക്കാരൊന്നുമല്ല കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരണവരെ ബൈ.